ദേ ഇങ്ങോട്ടൊന്നേ, നീ ഇവിടെ വേണ്ടത് വീണ് കിടപ്പുണ്ടല്ലോ. അത് വാവല് വന്നതാ. നമ്മൾ കുറച്ചൊക്കെ കൊണ്ടുപോകും. നമ്മളുടെ ഈ അടയ്ക്കാരത്തുമ്മൊക്കെ നല്ല സൂപ്പർ കൊലകൾ പഴുത്ത് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പഴുത്ത് കിടക്കുമ്പോൾ നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ അടയ്ക്കും പോവാതെ കിട്ടും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാവൽ വന്ന് ചപ്പുമ്പോഴാണ് ഈ താഴെ വീണേ. അപ്പോൾ കുറച്ച് വാവലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എന്നാലും ഇപ്പോൾ പണിക്കാശും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ ഇതിൻ്റെ മുകളിലൊക്കെ കയറി പറിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അത് കാരണം നമ്മൾ പറിച്ചെടുക്കാറില്ല, താഴെ വീഴുമ്പോൾ പറക്കിയെടുക്കുകയാണ് ചെയ്യണത്. നല്ല നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അതിലടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കവുങ്ങ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭകരമായിട്ട് നമുക്ക് നല്ല വരുമാനവും കാര്യങ്ങളും, ശരിക്കും നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 കൊല്ലത്തിൽ കായ്പ്പിച്ചെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തേ കവുങ്ങ് വെക്കാനായിട്ട് പ്ലാനുണ്ടോ മറ്റേ പറമ്പില്? കുറച്ച് കവുങ്ങ് വെക്കുന്നുണ്ട്. പ്ലാവ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കവുങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. എന്നാൽ കവുങ്ങുകൾക്ക് കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് കുറച്ച് കൊല്ലത്തേക്ക് വലിയ കുഴപ്പമില്ലാത്തവണ്ണം നല്ല വരുമാനവും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇതിൻ്റെ പറിച്ചെടുത്തില്ലെങ്കിലും നമുക്ക് താഴേക്ക് വീഴുമ്പോൾ പറക്കിയെടുത്താലും മതി. അപ്പോൾ പണിക്കൂലി അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് കുറവ് കിട്ടുകയും കാര്യങ്ങൾ ചെയ്യും. ഇത്രയും നാളും അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് കൈക്ക് പണിക്കാരെ ഇരുത്തി പൊളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമായിരുന്നു. അതിനൊക്കെ നമ്മളിപ്പോൾ നൂതന വിദ്യകൾ കണ്ടുപിടിച്ച് അടയ്ക്ക് പൊളിച്ച് തരാവുന്ന മെഷീനറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മളത് പൊളിക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്ത് അവർ പൊളിച്ച് തന്ന് തരം തിരിച്ച് തരും. നേരെ കടയിൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അവർക്ക് കിലോയ്ക്ക് 25 രൂപയൊക്കെ കൊടുത്ത് കഴിഞ്ഞ കൊല്ലം ഞാൻ പൊളിപ്പിച്ചതാണ്. പെട്ടെന്ന് പൊളിച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളിത് ആളെ ഇരുത്തി പൊളിപ്പിക്കുമ്പോൾ ഈ പൊളിക്കാനിരിക്കണവർക്കും അത്ര എക്സ്പെർട്ട് അല്ലെങ്കിൽ അവർക്കും പ്രശ്നമാണ്, അവരുടെ കൈയും പൊട്ടും. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരാളെ ഇരുത്തി ആളുടെ കൂടെ ഇരുന്ന് ഞാനും കൂടി പൊളിച്ചു. എൻ്റെ കൈയൊക്കെ പൊട്ടി തവിടുകൂടിയായി. നമ്മളിത് മറ്റൊരു വിദ്യ അന്വേഷിച്ച് അങ്ങനെ അവിടെ ആളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആൾ കുണ്ടിയെല്ലാം പറഞ്ഞ് അവിടെ കൊടുത്ത് പെട്ടെന്ന് പൊളിച്ച് തരം തിരിച്ച് എല്ലാം റെഡിയാക്കി തന്നു. അങ്ങനെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് കാശും മേടിച്ചു.